അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എൻ്റെ പ്രിയ നാട്ടുകാരൻ, അയൽവാസി, നമ്മളെ എപ്പോഴും നമ്മുടെ താഴേക്കോട് മേഖലയിൽ എല്ലാ നിലയിലും, പ്രത്യേകിച്ച് സകലകല വല്ലഭൻ എന്ന നിലയിലാണ് നമുക്ക് പ്രിയപ്പെട്ട കരീം താഴേക്കോടിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. കാരണം കലാരംഗത്ത് ഒരുപാട് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് വേറിട്ട രൂപത്തിൽ കലാരംഗത്ത് ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തി, വിവിധ ചാനലുകളിലൊക്കെ പ്രോഗ്രാമുകൾ നടത്തി, ഒരുപാട് പ്രവൃത്തി പരിചയം, അതോടൊപ്പം തന്നെ തൻ്റെതായ ഒരു വിവിധ മേഖലയിൽ നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല മേഖലയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് താഴേക്കോടിന്റെ അഭിമാനമായി മാറിയ പ്രിയപ്പെട്ട കരീം താഴേക്കോട് നമ്മുടെ നാട്ടിലുള്ള ഒരു വിശിഷ്ട വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളെ ഒന്നുകൂടി അദ്ദേഹത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്നത്. ഒരുപാട് രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ കഴിവുകളും പ്രവൃത്തി പരിചയവും, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു അധ്യാപകനാണ്. അങ്ങനെ എല്ലാ മേഖലയിലും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട കരീം താഴേക്കോട് ഇന്ന് അദ്ദേഹത്തോടൊപ്പമാണ് നമ്മളുള്ളത്. കരീം ഭായി, പിന്നെ നിങ്ങള് ഏതായാലും നമ്മളെ ഇൻട്രസ്റ്റ് കൊടുത്തു. നമ്മുടെ നാട്ടുകാരനാണ്, അയൽവാസിയാണ്, എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ്. നമുക്ക് എടുത്തു പറയാവുന്നത് പിന്നെ നമ്മുടെ ചാനലുകാർക്ക് ഏറ്റവും വലിയ ആഘോഷത്തോടുകൂടെ വന്ന പരിപാടി ഐബ്രോ ഡാൻസ് ആണ് അദ്ദേഹത്തിന്റെ. ഐബ്രോ ഡാൻസ്, അതായത് പുരികം കൊണ്ടുള്ള ഒരു ഡാൻസ്. അത് ഞാൻ പറഞ്ഞത് ഫ്ലവേഴ്സ് ടിവിയില് കോമഡി ഉത്സവത്തിന്റെ ഇതിലാണ് അതില് വന്നത് ഈ ഐബ്രോ ഡാൻസ്. ഐബ്രോ ഡാൻസ് നമ്മൾ കുറെ മുമ്പ് തന്നെ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനെയുള്ള ഐബ്രോ ഡാൻസ്, ഇങ്ങനെയുള്ള കുറെ തരികളുടെ നമ്പേഴ്സ് ഒക്കെ ഈ പ്രത്യേകിച്ച് മത്സരിക്കുന്ന സമയത്ത് നമ്മള് ഫൈനാൻസ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചിരുന്നു, കോളേജിലും ബി എഡിന് പഠിക്കുമ്പോ അവിടെയും മത്സരിച്ചിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു നമ്പർ ഇട്ടിട്ട് ആണ് മത്സരിച്ചിരുന്നത്. അപ്പൊ കോളേജ് തലം ഉണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ ആ സിനിമയിലൊക്കെ അവള് കൺപൂരം കൊണ്ട് കാണിച്ചപ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിച്ചത്. എനിക്ക് അതിനുശേഷമാണ് ഞാൻ ഫ്ലവേഴ്സ് ടിവിയിലൊക്കെ പോകുന്നത്. നമ്മളൊരു പുരുഷന്മാരെ അങ്ങനെ കാണിക്കുമ്പോൾ വലിയ ഇതുണ്ടാവില്ല, പെൺകുട്ടികൾ പിന്നെ അങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് അട്രാക്റ്റീവ്. എന്തായാലും അത് മുമ്പുള്ള തന്നെയാണ്. പ്രവാസിയായിട്ടാണ്. എത്ര വർഷമായി പ്രവാസം? ഞാനിപ്പോ പ്രവാസത്തിൽ ഇപ്പൊ ഏകദേശം ഒരു 13 വർഷത്തോളായി. അപ്പൊ പ്രവാസത്തിൽ നിന്ന് അവസരം കിട്ടുമ്പോ, നമുക്ക് ടൈം കിട്ടുമ്പോഴേക്കും അവതരിപ്പിക്കാൻ. അപ്പൊ ആ സമയത്ത് ഇതേപോലുള്ള പരിപാടികളുണ്ട് നമ്മള്. അതാണ് ഇപ്പൊ ഈ അമൃത ചാനലിലുള്ള ഇതിലൊക്കെ വന്നിരുന്നത്. നമുക്ക് അതൊന്ന് നോക്കിയാലോ? ഐബ്രോ ഡാൻസിന്റെ ഒന്ന് കാണിച്ചാലോ? ആയിക്കോട്ടെ, ശ്രദ്ധിക്കുക. വളരെ പ്രത്യേക ഒരു വെറൈറ്റി സംഭവമാണ് ഐബ്രോ ഡാൻസ്. ഒരു പ്രത്യേക ടാലന്റ് ആണത്. അത് വേറെ ആർക്കും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും തോന്നുന്നില്ല എനിക്ക്. അപ്പൊ ഏതായാലും അപ്രിഷിയേറ്റ് ചെയ്യാണ്, വളരെ നന്നായി അത് എന്നുള്ളത്. പിന്നെ ആ ചാനലില് നമ്മള് ദൂരദർശന്റെ പിന്നെ വാർത്ത കോമഡി ഉത്സവത്തില് അതിനനുസരിച്ച് ചെയ്തല്ലോ, അത് ഒന്ന് കാണിക്കൊണ്ടു. അത് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് കാണിക്കാം. ഓക്കെ. ഓക്കെ. പുരുകം കൊണ്ടുള്ള ഡാൻസ് അത് വളരെ ഒരു വെറൈറ്റി ആണ് സംഭവം. കാരണം എന്താ വെച്ചാല് നമ്മള് ഇപ്പൊ ഈ പിന്നെ വാർത്തയിൽ അമൃത ടിവിയിലൊക്കെ ചാനലിൽ കണ്ട ഇതിനേക്കായി ഒന്നും കൂടി നമ്മൾ അടുത്തിരുന്ന് കാണുമ്പോ അതിനൊരു ഒന്നുകൂടി ഒരു വലിയൊരു പിന്നെ ഇൻസ്പിറേഷൻ, നമുക്ക് ഭയങ്കര പിന്നെ വെറൈറ്റി തോന്നി. പിന്നെ കരീമിന്റെ ഒരു പ്രത്യേക പരിപാടി എക്കോ സോങ് അങ്ങനെ ഉണ്ടായി. അത് ഞാൻ 1-2 ഭാഗത്ത് കേട്ടിട്ടുണ്ട്. എക്കോയില് പാട്ട് അതിപ്പോ ഈ പറഞ്ഞ പോലെ പണ്ട് കോളേജ് മുതലേക്ക് തന്നെ നമ്മള് എക്കോയില് പാടണേ. നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇലക്ഷനിൽ മത്സരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ നമ്പർ
കുട്ടികളോട് ഇട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് ഫൈനാൻസ് ക്ലബ് സെക്രട്ടറി ആകുമ്പോ അപ്പൊ അന്ന് ഇട്ടിയ നമ്പറാണ് ഇപ്പൊ എക്കോ സോങ്. എക്കോ സോങ് അത് അന്നുണ്ട്. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ മീഡിയസ് ഇതൊക്കെ വന്നിട്ട് പിന്നെ ഏതൊക്കെ ചാനലിൽ വേറെ ആൾക്കാരൊക്കെ അത് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ കുറെ മുമ്പേ സൂര്യ ടിവിയില് ഉണ്ടപ്പക്രുവിന്റെ കൂടെ ഉണ്ടപ്പക്രു ടിനിട്ടോ അവരെ കൂടെ ഉണ്ടായിരുന്നു കുറെ ഒരു 10-15 വർഷം മുമ്പായിട്ട്. അപ്പൊ അന്ന് ഈ എക്കോ സോങ് അന്ന് എടുത്തിട്ടുണ്ട്. കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വേറെ ചില ആൾക്കാരൊക്കെ എടുക്കാൻ തുടങ്ങിയത്. എക്കോ സോങ് എന്ന് പറഞ്ഞാല് നമ്മള് പാട്ട് എക്കോയില് കേൾക്കുമല്ലോ. അപ്പൊ സത്യത്തില് പിന്നെ ഈ നമ്മളെ പണ്ടൊക്കെ വയതിലുള്ള സമയത്ത് വയതിന് ആദ്യം ഒരു പാട്ടാല് മൗലായ സെല്ലിവസ ഇതൊക്കെ ഇടുമല്ലോ. അതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ കാലത്തിൽ കൂടി ഇങ്ങനെ എക്കോയിൽ ഇങ്ങനെ കേൾക്കും. അപ്പൊ ഇങ്ങനെ നമ്മള് അതിങ്ങനെ കേട്ടപ്പോ നമ്മൾ ഇങ്ങനെ വെറുതെ അതേപോലെ ആക്കി വെക്കിയത്. അങ്ങനെ എക്കോ സോങ്. അപ്പൊ അത് കോളേജിൽ വെറുതെ നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ പാടുമ്പോ ഒരിക്കലും വെറൈറ്റി തോന്നി. എടാ ഇത് വെറൈറ്റി ആണല്ലോ, എനിക്കെന്ത് പറയുന്ന അങ്ങനെ സ്റ്റേജ് പരിപാടി ആക്കി മാറ്റി. നമുക്ക് അത് കേട്ടാലോ. എക്കോ സോങ് അല്ലേ? എക്കോ സോങ് ഏതാ പറഞ്ഞാല് നമ്മള് ഇപ്പൊ മൗലായ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആയിക്കോട്ടെ. അതിൽ എക്കോയിൽ നമ്മൾ കേൾക്കുമ്പോ എങ്ങനെ ഒന്ന് പാടി വെക്കാം. മൗലായ അങ്ങനെയൊക്കെ വരുന്നേ. പിന്നെ നമ്മള് സ്ഥിരം പാടുന്ന പാട്ടാണ് മറ്റേ ചില പാട്ടുണ്ട് കോളേജിൽ പാടിയുന്ന മറ്റേ 1921 സിനിമയിലെ ഒരു പാട്ടുണ്ട്. ഏതാത് മുത്തുനാവ. അത് അന്ന് പാടിയുന്നത്. പിന്നെ അതിങ്ങനെയാണ് മുൻമുഞ്ചൊളി രീതിയിലെ തൻ അഞ്ചമേറും ഒക്കെ ആണുണ്ടോ? അപ്പൊ ഇതായിരുന്നു കോളേജിൽ നമ്മൾ ഭയങ്കര അന്നത്തെ ഫിഗർ ആയിരുന്നു എനിക്ക് മനസ്സിലായി. അപ്പോ അങ്ങനെ എക്കോ സോങ് കുറെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എക്കോയില് ഇപ്പൊ നമ്മള് ഈ അടുത്തൊക്കെ നമ്മള് അവതരിപ്പിക്കാറുള്ളത് കവിതയാണ്. നമ്മളെ നാറാണത്ത് ബാന്ധത്തിലെ കവിത കേട്ടിട്ടുണ്ട്. അതിലുണ്ട് 12 മക്കളെ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. 12 കണ്ടു മക്കളെ നിന്റെ മക്കളിൽ ഞാനാണു ബ്രാഹ്മണൻ 12 കണ്ടു രാശിയും നീറ്റും അമ്മേ നിന്റെ മക്കളിൽ ഞാനാനാഥൻ. അങ്ങനെ അതാണ് എക്കോ. അതൊരു വെറൈറ്റി സംഭവമാണ്. അതൊക്കെ നമ്മളെ ഒരു പിന്നെ മ്യൂസിക് ഉപകരണങ്ങളും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് സ്വന്തമായി ചെയ്യുമ്പോൾ അതൊരു അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും അത് ഈ ഒരു വ്യക്തിക്ക് മറ്റുള്ള ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാന്നുള്ളത് ഒരു പ്രത്യേക ടാലന്റ് തന്നെയാണ്. അത് പ്രാക്ടീസ് കൊണ്ട് തന്നെയാണ്. അതായത് 10-20 വർഷത്തെ ഒരു പ്രാക്ടീസിന്റെ ഫലമായിട്ടുള്ളതാണ്. പ്രാക്ടീസ് ഒന്നും പറയണ്ട. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മുമ്പ് തന്നെ നമുക്കിത് ഇങ്ങനെ വരുമ്പോ അങ്ങനെ വരുന്നതാണ്. ചിലപ്പോ ജന്മനാ നല്ലൊരു ഇതാണ്, കഴിവാണ്. പിന്നെ പ്രാക്ടീസ് ചെയ്താലും പറ്റും. ചിലർ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ സ്വായത്തമാക്കണം. കഴിവെന്നൊന്നും നമ്മൾ പറയില്ല. ചിലർക്ക് അങ്ങനെ എന്തായാലും ഇതൊക്കെ പിന്നീട് നമുക്ക് ആ കോളേജ് കാലഘട്ടം കഴിഞ്ഞ് പിന്നെ വല്ല മിമിക്രി ഏതെങ്കിലും അവതരിപ്പിക്കുമ്പോൾ ഭയങ്കര ഐറ്റായിട്ട് അത് മിമിക്രിയിലെ. അല്ല, മിമിക്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മിമിക്രി ചെയ്തിട്ടുണ്ട്. മിമിക്രി ഉണ്ട്. മിമിക്രി ഒക്കെ ഉണ്ടായിരുന്നു കുറെ നല്ല. പിന്നെ നമ്മുടെ ഈ കോളേജിൽ നിന്നൊക്കെ യൂണിവേഴ്സിറ്റി മത്സരത്തിനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ മിമിക്രി എന്തായാലും നമുക്ക് മിമിക്രി ഇപ്പൊ അങ്ങനെ കാര്യമായിട്ട് ഇപ്പൊ ഇതല്ല. പക്ഷെ ഞാൻ സ്ഥിരം അവതരിപ്പിക്കുന്ന ഒരാള് നമ്മളെ ഈ ജനാർദ്ദന്റെ ഒരു സൗണ്ട്, സിനിമാ നടൻ ജനാർദ്ദന്റെ. അത് ഞാനൊന്ന് വെറുതെ ശ്രമിച്ചു നോക്കാം. നമ്മളെ പോലെ മാന്നാർ മത്തായിലെ എല്ലാരും എടുക്കാതെ തന്നെയാണ്. എന്നാലും അതിലൊന്നും എടുക്കാൻ നോക്കാം. ആയിക്കോട്ടെ, നോക്കാം. ഓ ഇട തങ്കപ്പ, നീ എന്തിനാണ് ഈ കഥയൊക്കെ ചൊല്ലുന്നത്? ഇട തങ്കപ്പ, നിനക്കറിയോ ഈ നിൽക്കുന്നതാരാണ് വിചാരം? ഈ നിൽക്കുന്നതാണ് പൊന്നപ്പൻ. പൊന്നപ്പൻ വലിയ അത് എന്താ വെച്ചാൽ ഒരു വെറൈറ്റികൾ വരുന്നുണ്ട്. നമ്മള് കുറെ നിർത്തിയിരുന്നു. ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ കുറച്ചൊക്കെ മിമിക്രി ഒന്നും അങ്ങനെ എടുക്കലില്ല. അതില് ആ ഒരു സൗണ്ടില് ഉണ്ട്. പിന്നെ പണ്ടത്തെ ഇയാളെ സൗണ്ട് പണ്ട് ഇങ്ങനെയാണ്. ഹലോ,
സിബിഐക്കാർ അല്ലേ? തോമസിനാണ് ആ സിബിഐക്കാർ വന്നിട്ട് കുറ്റം പറയാ. ആ രീതിയിൽ പിന്നെ ഇപ്പൊ ഇയാളെ സൗണ്ട് ഇപ്പൊ ഇങ്ങനെ ആയി മാറിയല്ലോ. എന്താടാ ഈ രീതിക്കായി ഏതായാലും ഉഷാറായി. ഏതായാലും പിന്നെ നമ്മള് ചില നടന്മാരൊക്കെ അങ്ങനെ എടുത്തത് കൊണ്ട് വേറെ ഏതെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റിയത് ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ നിലവില്? എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാല് ഇതേ രീതിയിൽ തന്നെ സൗണ്ടാണ് മറ്റേ നമ്മളെ MS തൃപ്പൂണിത്തുണ്ട് പഴയ, അതൊരു നമ്പൂരി സ്റ്റൈലാണ്. എന്താടാ പറയാ? നീ ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്? എന്തിനാ പോയത്? ഈ രീതിയില് ഉഷാറായി ഉഷാറായി വെറുതെ പറയാം. ഉഷാറായി. അത് അങ്ങനെയല്ലോ സംഭവം. നമുക്ക് നന്നായി ആ സൗണ്ടിൽ വന്നിട്ടല്ലേ ഇപ്പൊ പറയുന്നത്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന നമുക്ക് അത്രയും ഓഡിയൻസ് നിൽക്കുന്ന രൂപത്തിലല്ല നമ്മളുടെ പിന്നെ ഒരു കലാവാസന. അപ്പൊ എന്താ വെച്ചാല് വെറൈറ്റി സകല കലാവല്ലഭൻ എന്നുള്ള നിലയിലേക്ക് എത്തി. പിന്നെ നമ്മൾ പറഞ്ഞാല് ഇപ്പൊ ഈ സകല കലാവല്ലഭൻ എന്നൊക്കെ പറയുന്നത് എന്താ അറിയോ? എല്ലാവരും കയ്യിലുത്തും. എന്ത് ഒന്നും നമ്മൾ ഒഴിവാക്കൂല. ബ്രേക്ക് ഡാൻസ് ഉണ്ടായിരുന്നു പണ്ട്. ബ്രേക്ക് ഡാൻസ് വരെ ചെയ്തിരുന്നു. കൊണ്ട് മാത്രമല്ല സ്റ്റേജിൽ കയറി ബ്രേക്ക് ഡാൻസ് നമ്മളെ ഫ്രണ്ടിന്റെ കൂടെ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഈ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നമ്മള് പാട്ട് പാടും. പാട്ട് നമ്മൾ ഒഴിവാക്കിയിരുന്നു. പാട്ട് പണ്ടൊക്കെ കുറെ പാട്ട് പാടിയിരുന്നത് ഈ കുമാർസാറിന്റെ പാട്ടുകൾ. കുമാർസാറിന്റെ ശബ്ദം അനുകരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് പറഞ്ഞാൽ ചിലപ്പോ അതേപോലെ ഒന്നും ആവില്ല. എന്നാലും 2 വരി ഞാൻ കേട്ടോ അത് അനുകരിക്കാൻ പറഞ്ഞപ്പോ. ഇപ്പൊ सर की जो सर से वो धीरे धीरे पागल हुआ रे में धीरे धीरे तेरी चुनरिया दिल ले गई. അങ്ങനെ പിന്നെ വേറെ പാട്ടുണ്ട്. ധീരെ ധീരെ പ്യാർ കോ ബടാനാ ഹൈ ഹദ് സെ ഗുസർ ജാനാ ഹൈ ധീരെ ധീരെ പ്യാർ കോ ബടാനാ ഹൈ ഹദ് സെ ഗുസർ ജാനാ ഹൈ. ആ ഒരു അനുകരിച്ചമാരി ഇങ്ങനെ പാടാം. ശരിയായിട്ടില്ലെങ്കിലും കുറച്ച് ഇപ്പോ നമ്മളിപ്പോ പിന്നെ മിമിക്രി കേട്ടു, പിന്നെ പുരുഷത്തിന്റെ ഡാൻസ് കേട്ടു, എക്കോ കേട്ടു. ഇനി കരിയമിന്ന് നമുക്ക് പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് പെരുന്നാൾ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോ പിന്നെ അതില് മാപ്പിളപ്പാട്ട് പാടിയിരുന്നു. അപ്പൊ മാപ്പിളപ്പാട്ടിന്റെ ഒരു 4 വരി. മാപ്പിളപ്പാട്ട് ഞാൻ അങ്ങനെ പാടലൊന്നുമില്ല. നമുക്ക് ഒരു പാട്ടുകാരൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇഷ്ടം കൊണ്ട് ഇപ്പൊ എരഞ്ഞോളി മൂസക്കാരന്റെ പാട്ടൊക്കെ ഭയങ്കര പാടാന് ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് പാടുന്നുണ്ട്. എരഞ്ഞോളി മൂസക്കാരന്റെ ഒരു പാട്ടം മറ്റേ മീറാജ് രാവിലെ. മിഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ മിഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കരളിൽ കടക്കുന്ന കരളായി തുടിക്കുന്ന കുളിരിൽ കുളിർക്കുന്ന കാറ്റേ മിഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. അയാളെ പാട്ട് എന്ത് രസല്ലേ. അതാ ഭയങ്കര പിന്നെന്താ എന്നും തിളങ്ങി നിൽക്കുന്ന. അതെ, അയാളെ എപ്പോഴും ഒരു ഓർമ്മ വരുന്ന പാട്ട് പത്ര അതാണ്. അപ്പൊ ഇന്നത്തെ ദിനം വളരെ സന്തോഷത്തില് നമ്മളൊരു പിന്നെ താഴെക്കൂട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറെ അഭിമാനം കൊള്ളുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മള് ഇപ്പൊ അടുത്ത് പിന്നെ നമ്മളിങ്ങനെ കാണുന്നില്ലല്ലോ. നമ്മള് മറ്റുള്ള പ്രോഗ്രാമുകളിലൊക്കെ കാണുന്നല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടുകാരന്റെ ഒരു സകല കലാവല്ലഭന്റെ ഒരു പ്രത്യേക കഴിവുകള് ഇനി വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഇനിയിപ്പോ മറ്റേ വെൻട്രിലോക്കിസം എന്നതിന് പറയാം. അതായത്
നമ്മൾ പണ്ടൊക്കെ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോഴേ സംസാരിക്കുന്ന അമേരിക്കൻ പാവ, അത് പാവക്കളിയാണ്. നമ്മൾ പാവനെ കൊണ്ട് സംസാരിപ്പിക്കുക, അതുണ്ട്. ഞാനത് പിന്നെ ചില സ്കൂളുകളിൽ പരിപാടിക്ക് പോയിരുന്നേന്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സ്റ്റേജില് ഈ പാവക്കളി, പാവ ഉണ്ടാവും നമ്മളെ കയ്യില്. അപ്പൊ ആ പാവയോട് ചോദിക്കുന്നത് പാവ സംസാരിക്കുമ്പോ അത് ഞാനിങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോ അവതരിപ്പിക്കാറുണ്ട്. അത് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ കഴിയോ ഇപ്പോഴോ? എടാ ആ പാവ ഉണ്ടോ അവിടെ? എന്നാ അതൊന്നും എടുത്തോടുന്ന. ഇതാണ് നമ്മളെ അതിഥി ഇട്ടാ. ഇതാരാണ്? ഇത് നമ്മളെ അസർഫ്. അസർഫ്, നമസ്കാരം ഉണ്ട്. അപ്പൊ നിന്നെ കാണാൻ വണ്ണാണ്. നിന്റെ പേര് പരിചയപ്പെടുത്തി കൊടുത്തേ. നിന്റെ പേരെന്താണ്? ജിക്കു. ജിക്കു അല്ലെ? ജിക്കു, ഓക്കെ. അപ്പൊ ഇതാണ് അസർഫെ നമ്മളെ പരിപാടി. ഇവന് നമ്മളിപ്പോ അബുദാബിയിൽ കൂടിയതാണ്. ഈ പൊട്ടന്റെ ഒപ്പം കൂടിയ ഞാൻ പൊട്ടനാണ്. അപ്പൊ ഇങ്ങനെ ഇവന് സംസാരം ഇങ്ങനെ കേൾക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പേരോ അഷ്റഫേ. നല്ല പേര്. അസർഫെ കണ്ടില്ല. അപ്പൊ പിന്നെ എന്തിനാ വന്നേ? ഇങ്ങോട്ട് നോക്കാം. എന്തിനാ വന്ന അങ്ങോട്ട് നോക്കാൻ പറ്റില്ലോ. നമ്മൾ സംസാരിക്കാം. നമ്മളെ അതിഥി അല്ലേ? അതിഥിയോ? അതിഥിയായിട്ട് വന്നിക്കാണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ഈ വെന്റിലോക്കസ് എന്നുള്ള പരിപാടിയിൽ ഇത് വന്നിക്കാണ്. എന്താ പേര്? അപ്പൊ അതിലൊരു ചങ്ങായി പേര് ചോദിച്ചു നേരത്തെ. അസ്രഫ്. ഓക്കെ. എന്നാ നമുക്ക് ഒരു ടാറ്റ പറഞ്ഞു കൊടുത്തോളൂ. അപ്പൊ ഇന്ന് നമ്മള് കരീംഭായിനെ പരിചയപ്പെട്ടു. ഞാൻ സകലകലാവല്ലഭനെ എന്ന് വെറുതെ പറഞ്ഞല്ല, വിവിധ മേഖലകളില് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഒരുപാട് ടാലന്റ് ആയ വ്യക്തിത്വമാണ്. വാർത്താ ചാനലുകളില്, അതുപോലെ തന്നെ വിദേശങ്ങളില് അദ്ദേഹം പ്രവാസ ലോകത്തിരിക്കുമ്പോഴും ഈ ഒരു സംഭവം ഇതിനിടയിൽ പ്രാക്ടീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത്രയും ടാലന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് ഉഷാറാക്കിയാൽ നല്ല ഒരു സമയം സാഹചര്യം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് ഇരിക്കണം. സെറ്റപ്പ് ആക്കി കഴിഞ്ഞാല് നമുക്ക് അതെന്താ പറയുക, ഏത് ജോലിയിലാണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് താല്പര്യം ഉണ്ടാവും. താല്പര്യത്തിന് ചെയ്യാനുള്ളൂ. പിന്നെ ഒരുപാട് കോമഡികളൊക്കെ കാണാറുണ്ട്. നമ്മളെ പ്രവാസികളെ കോമഡികൾ കാണാറുണ്ട്. നമ്മള് കരീം ശ്രീൽ റീൽ, അതാണ് ഇപ്പൊ നമ്മള് കോൺസെൻട്രേറ്റ് ഈ ആക്ഷേപഹാസ്യങ്ങൾ ആയിട്ടുള്ള കുറച്ച് കോമഡികളൊക്കെ ആണ് കരീം ശ്രീൽ പരിപാടി. അത് അത്യാവശ്യം കാഴ്ചക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതെന്താ വെച്ചാൽ താഴെക്കോടിന്റെ ഒരു അഭിമാനം എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഏറ്റവും പിന്നെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്ക്, കാരണം ഇന്നത്തെ ദിനം ഒരു വേറിട്ട ദിനമായിരുന്നു. കാരണം ഞാൻ കരീംഭായിനെ കാണുന്നല്ലാതെ പിന്നെ നമ്മളത്ര അയൽവാസികളെന്നല്ലാതെ, പക്ഷെ ഈ ഒരു അടുത്ത് ഇങ്ങനെ എന്തായാലും അസർഫിന്റെ ചാനലിൽ എനിക്കൊന്ന് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഓരോ വെറൈറ്റി ഐറ്റംസ് പരിചയപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ ചാനല്. അത് ചില ആൾക്കാർക്ക് അത് എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അത് കൂടുതൽ ആൾക്കാർക്ക് എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ഇതോട് വെക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ കലാകാരന്മാരുണ്ട്. കലാ രംഗത്ത് മാത്രമല്ല പല രീതിയിൽ കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ നല്ലൊരു ഇതാണ്. എന്തായാലും അത് അങ്ങനെ തുടർന്ന് പോട്ടെ. അപ്പൊ നമ്മളെ ചാനലും ഇതൊക്കെ നല്ല ഒരു ഹൈ ലെവലിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കരീംഭായിക്ക് വലിയ ഉയർച്ചയിലെത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.